ഈയിടെയായിട്ട് ക്ലിനിക്കിൽ കൂടുതൽ പരാതി കേൾക്കുന്നതാണ്. എത്ര മുടിയിൽ എണ്ണ തേച്ചിട്ടും എത്ര ഷാമ്പു മാറ്റിയിട്ടും മുടി കൊഴിച്ചിലിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പോഷകക്കുറവ്, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കാരണം, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കാരണമൊക്കെ ഉണ്ടാവുന്നതാണ് ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന റൂട്ട് കോസ് എന്ന് പറയുന്നത്. ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടൻറ്റ് ഇൻ മെഡിക്കെയർ ഹോമിയോപ്പതിക് ക്ലിനിക്, വാണിയമ്പലം. ഇന്നത്തെ കാലത്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും സ്കൂൾ കുട്ടികളിൽ പോലും ഇത് ഒരുപാട് കോളേജ് കുട്ടികളിലാണെങ്കിലും ഇത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ ഹെയർ തിന്നിങ്, നെറ്റി കയറുന്നത് പോലെ, അല്ലെങ്കിൽ ബാൾഡ് പാച്ചസ് എന്നിങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം പോഷകക്കുറവ് ഇതിൻ്റെ ഡയറ്റിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഹെയർ ഫോൾ എങ്ങനെ സംഭവിക്കും? നമ്മുടെ സ്കാൽപ്പിലുള്ള ഹെയറിൻ്റെ 3 സൈക്കിളായിട്ടാണുള്ളത്. അനാജൻ ഫേസ്, കാറ്റാജൻ ഫേസ്, ടിലോജൻ ഫേസ്. നമ്മൾ ശരീരത്തിലുള്ള എന്തെങ്കിലും പോഷകക്കുറവ് അല്ലെങ്കിൽ നമ്മളെ മാനസിക സമ്മർദ്ദം കാരണം എല്ലാം ഇതിൻ്റെ ഈ അനാജൻ ഫേസിൽ നിന്ന് ടിലോജൻ ഫേസിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ടിലോജൻ എഫ്ലൂവി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തും കൂടുതൽ കാണപ്പെടുന്നതും ഈ ടിലോജൻ എഫ്ലൂവി എന്നുള്ള കണ്ടീഷനാണ് കാണുന്നത്. നമ്മൾ റോങ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, ഒരുപാട് ചീപ്പായിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതൊക്കെ ഇതിന് ഒരു കാരണമാണ്. മറ്റുള്ള ഹെയർ ഫോളിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി കാരണം. ഈ സ്ട്രെസ്സ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും ഇത് നമ്മളെ ഹെയർ ഫോളിക്കിൾസിന് ഡാമേജ് കാരണം നമുക്ക് ഹെയർ ഫോൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. മുടി വളർച്ചയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അതുപോലെയുള്ള കാരണം ഹോർമോണൽ ഇംബാലൻസ് കാരണം. അത് മെയിനായിട്ട് PCOD പോലെയുള്ള കണ്ടീഷനിൽ, തൈറോയിഡ് പോലെ കണ്ടീഷനിൽ, അതുപോലെ മെനോപോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീനാണ്. പ്രോട്ടീനുള്ള മുട്ട, മത്സ്യം, ഇതുപോലെ നമ്മളെ ഡേറ്റ്സ്, അതുപോലെ നമ്മളെ ക്യാരറ്റ്, ഇതെല്ലാം നല്ലതാണ്. അതുപോലെ മെയിനായിട്ടുള്ളത് അംല, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്, ഇതെല്ലാം നമ്മൾ പോഷകാഹാരത്തിൽ കൂട്ടുകയാണെങ്കിൽ നമ്മളെ മുടി വളർച്ചയ്ക്ക് കൂടുതലായിട്ട് സഹായിക്കും. മുടി കൊഴിയുന്നത് കുറയുകയും ചെയ്യും. നമ്മൾ മുടി കൊഴിച്ചിൽ കാണുന്ന ആ സമയം തൊട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. വൈറ്റമിൻ D, വൈറ്റമിൻ B12, ഫെറിറ്റിന്, കാൽഷ്യം, അതുപോലെ ടെസ്റ്റോസ്റ്റിറോണ്, തൈറോയ്ഡ് ലെവൽ, ഇതെല്ലാം നോർമൽ ആണോ എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പോഷകാഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇനി നമ്മൾ ഒരു ഹെയർ കെയർ എന്ന രീതിയിൽ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. മുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ കഞ്ഞിവെള്ളം നമ്മൾ മുടിക്ക് നല്ലതാണ്. അതുപോലെ കഞ്ഞിവെള്ളം നമ്മൾ കുറച്ചെടുത്തിട്ട് അത് നമ്മൾ ഒരു സ്കാൽപ്പിൽ കുറച്ച് നേരം അപ്ലൈ ചെയ്ത് മുടി കഴുകിയതിന് ശേഷം സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്ത് അത് വാഷ് ഔട്ട് ചെയ്യുന്നത് മുടിക്ക് അത്രയും നല്ലതാണ്. അതൊരു പ്രോട്ടീൻ കിട്ടുന്നതാണ്. അതുപോലെ ഒന്നാണ് ഒനിയൻ ജ്യൂസ്. നമ്മളെ ചെറുള്ളിയുടെ നീരെടുത്ത് 50% ചെറുള്ളിൻ്റെ നീരും അതുപോലെ 50% വെള്ളവും എടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അത് വാഷ് ഔട്ട് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ മുടിക്ക് നല്ലതാണ്. അതുപോലെ ഗ്രീൻ ടീ 50% ഗ്രീൻ ടീയും 50% വെള്ളം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാമ്പു വാഷ് ചെയ്ത് കളയാവുന്നതാണ്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാൻ നമ്മൾ പുറത്തുള്ള ആപ്ലിക്കേഷൻ മാത്രമല്ല, നമ്മൾ അകത്തുള്ള എന്തൊക്കെ നമ്മൾ ഇംബാലൻസ് ഉണ്ടോ, എന്തൊക്കെ ഹെയർ പ്രൊഡക്ട്സ് നമ്മൾ റോങ് ആയിട്ടുള്ള ഹെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു ചികിത്സ കണ്ടെത്തി ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ നിർത്താനും നല്ല മുടി പുതിയതായിട്ട് വളരാനും ഇതിനെ സഹായിക്കുന്നതാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റേണ്ട കാര്യങ്ങളും അതുപോലെ നമുക്ക് സ്കാൽപ്പിൽ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നുള്ള ടിപ്സ് എന്ന് പറഞ്ഞുതരാം. ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ നന്നായിട്ട് ഉറക്കം, നമ്മൾ മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വ്യായാമം ചെയ്യുക. അതുപോലെ നമ്മളെ സ്കാൽപ്പിൽ നമ്മൾ ഒരുപാട് എണ്ണ തേക്കുന്നതും ഈ ഹെയർ ഫോൾ അകറ്റാൻ കഴിയില്ല. നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 തവണ മാത്രം ഓയിലിംഗ് ചെയ്യുക. ഹെയറിൽ നന്നായിട്ട് ഓയിലിംഗ് ചെയ്ത് മസാജ് ചെയ്ത് കഴുകിക്കളയുക. അതുപോലെ നമുക്ക് ടൈറ്റായിട്ട് പോണിറ്റെയിൽ കെട്ടുന്നവരുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഓവർ ടൈറ്റിങ് ചെയ്യുന്നത് നമ്മളെ ഹെയർ ഫോളിന് കാരണം ഹെയർ ഫോളിക്കിൾസിൻ്റെ ഡാമേജ് വരുത്താൻ അതുപോലെ ഹെയർ ഫോൾ ഉണ്ടാവും. ശരിയായ സമയത്ത് ശരിയായ ചികിത്സ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും പുതിയ മുടി വളർച്ചയ്ക്കും സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹോമിയോപ്പതി അതിൽ ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമുക്കിത് ട്രീറ്റ് ചെയ്ത് മുടി ഒരുപാട് വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനും നമുക്ക് നിയന്ത്രിക്കാനാവുന്നതാണ്.